നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായി ഈ പുഴയും കടന്നിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വിശാലിനെയാണ്. അപ്പോൾ വിശാലിൻ്റെ ശിങ്കിടികളും എല്ലാം കൂടിയിരുന്ന് അടുത്തിരുന്ന് സിഗരറ്റ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ നോക്ക്, ഇതാടാ ഞാൻ പറയുന്നത്, പരസ്യമായിട്ട് ചെയ്ത ഓരോ ക്രൈമും അതൊരു ക്രൈം അല്ല എന്നാ മനസ്സിലാകുന്നതാ. ഇപ്പൊ ആരെങ്കിലും കണ്ട എന്താ പറയാ എന്ന് ചിന്തിച്ചു നോക്കിയേ. ദേ ജയപാലിന്റെ മോൻ അവിടെ നിന്നൊരു സിഗരറ്റ് വലിക്കുന്നു എന്ന്. അതിനിപ്പോ ആർക്കിപ്പോ എന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കാം. ഒരു 500 രൂപ പെട്ടിയടിക്കേണ്ട കാര്യം അത്രയല്ലേ ഉള്ളൂ. എടാ എന്നാ പിന്നെ മറ്റേ കേസ് നീ പരസ്യമായി ചെയ്തിരുന്നെങ്കിൽ അത് ക്രൈം ആവൂലായിരുന്നോ എന്ന് ചോദിച്ചു. ഏത് കേസ്? അല്ല നമ്മളെ യമുനേനെ തട്ടിക്കൊണ്ടുപോയ ആ കേസേ, അതാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ മിണ്ടുന്നില്ല. എടാ അത് കോളേജ് മുഴുവൻ അറിഞ്ഞു. കാസിനോവയ്ക്ക് കുറച്ച് ക്ഷീണം ഉണ്ടാക്കിയ ഒരു കേസ് തന്നെയാ അത്. കാര്യങ്ങളൊക്കെ കോളേജ് മുഴുവൻ അറിഞ്ഞു. നാണക്കേട് വേറെ. അപ്പോഴോ ശരിക്കും പറഞ്ഞ നാണക്കേടെന്ന് പറഞ്ഞാൽ പറയണ്ട. എന്തായാലും യമുന ചെയ്തത് ക്രൈം അല്ല. പോലീസുകാരടക്കമുള്ളവർ നോക്കി നിൽക്കുമ്പോ പരസ്യമായിട്ടല്ലേ അവൾ ഇവളുടെ ചെവിക്കുറ്റി അടിച്ച് പൊളിച്ചത്. എന്താണെങ്കിലും ശരിക്കും അതൊരു വല്ലാത്ത ഇതായി പോയി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ യമുന അതിലെ സ്കൂട്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് ദേ അങ്ങോട്ടേക്ക് വരുന്നത്. ദേ എന്റെ മച്ചാനെ പറഞ്ഞു തീർന്നില്ലല്ലോ, ദേ വരുന്നു എന്നിങ്ങനെ പറഞ്ഞ് ഇവന്മാരിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവള് അതിലെ ഇവന്മാരെ ഉണ്ടെന്ന് മനസ്സിലായി. പെട്ടെന്ന് പാസ് ചെയ്ത് പോവുകയും ചെയ്തു. നീയൊക്കെ എന്താ പറഞ്ഞത്? അവൾ എനിക്ക് ക്ഷീണം ഉണ്ടാക്കിയെന്നോ? എങ്കിൽ പിന്നെ അതെ, ക്ഷീണം ശരിക്കും ആർക്കാ ഉണ്ടാവാൻ പോകുന്നതെന്ന് ഞാൻ ലൈവായി കാണിച്ചു തരാം, വാടാ എന്ന് പറഞ്ഞ ഇവന്മാര് ഇവളുടെ പുറകെ തന്നെ ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ വേഗം പിന്നെ കാണുന്നത് നമ്മുടെ നിളമോളെയും അതുപോലെ തന്നെ കാവേരിനെയാണ്. അപ്പൊ കാവേരി നിളനെ കൊണ്ടുവിടാനായിട്ട് എത്തിയിരിക്കുകയാണ്. ചേച്ചി ബസ് സ്റ്റോപ്പിലോട്ടൊന്നും വരണമെന്നില്ലെന്നേ, എന്നെ കുറുക്കനൊന്നും പിടിച്ചോണ്ട് പോവില്ലല്ലോ. ഇനിയിപ്പൊ എങ്ങാനും പിടിച്ചോണ്ട് പോയാലോ? അതിനല്ലേ കരാട്ടെ. എടി അതിന് കരാട്ടെ പഠിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അതുവരെ ഞാൻ കൂടെ വരാം കേട്ടോ. അമ്മ കരാട്ട ക്ലാസ് ചേരുന്നതിനുള്ള പൈസ തന്നില്ലേ? തന്നോ? അപ്പൊ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയ സ്ഥിതിക്ക് ഇനി ഉഷാറായിട്ട് അങ്ങ് പഠിച്ചാ മതി കേട്ടോ എന്ന് പറഞ്ഞു. കരാട്ടയും ബ്ലോഗും മാത്രം പോരാ, ദേ എക്സാമിന് നല്ല മാർക്കും വേണം. അതൊക്കെ ഞാൻ പൊളിക്കില്ലേ, ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ യമുനയാണെങ്കിൽ പേടിച്ചാണ് പോണത്. ഇവന്മാര് പുറകിന് തന്നെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കുന്നുണ്ട്. പിന്നെ ചേച്ചി ചെറിയൊരു അപ്പീലൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അത് പിന്നെ സ്കൂളിൽ നിന്ന് അടുത്ത മാസം ട്രിവാൻഡ്രത്തേക്ക് ഒരു ടൂർ പോകുന്നുണ്ട്. അതിനുള്ളൊരു ഫണ്ട് കൂടി എങ്ങനെയും ഒന്ന് സംഘടിപ്പിച്ച് തരണം. അമ്മയോട് പറഞ്ഞാൽ എന്തായാലും സാങ്ഷൻ കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ടാ. തിരുവനന്തപുരത്ത് ഇപ്പൊ എന്താ ഇത്ര കാണാനുള്ളത്? അവിടെ സൂ ഉണ്ട്, പിന്നെ മ്യൂസിയം ഉണ്ട്, ബീച്ചും കടലും ഒക്കെ ഉണ്ട്, ഏർപ്പാട്ടുണ്ട്, പിന്നെ വിഴിഞ്ഞത്ത് പോയ കപ്പലും കാണാം. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ആഹാ ശരി എന്നിങ്ങനെ പറഞ്ഞ് ഇവര് വരുവാണ്. അപ്പം അവനോട് പുറകിന് തന്നെ ഇവന്മാര് കയറി വന്നു. പിന്നെ ശരിക്കും പറഞ്ഞാല് ഈ നഗരപ്രദേശത്തിലുള്ള കുട്ടികള് എന്ത് ഭാഗ്യവാന്മാരല്ലേ. അവർക്ക് എന്തെങ്കിലും ഒരു അവധി കിട്ടുമ്പോ പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോകാം. പിന്നെ സിറ്റിയിലുള്ള പിള്ളേരെന്ന് പറഞ്ഞാൽ നീ പറയുന്നത് പോലെ എയ്റോപ്ലെയിനിൽ സ്കൂളിൽ പോയിട്ട് കപ്പലിലാണല്ലോ തിരിച്ചു വരുന്നത്. ഒന്ന് പോടി അവിടുന്ന് എന്നൊക്കെ പറഞ്ഞ് നിളയും കൂട്ടിക്കൊണ്ട് കാവേരി സ്കൂളിൽ അവിടെ എത്തി. അല്ല നമ്മുടെ ബസ് സ്റ്റാൻഡിലെത്തി. അനീഷ മിസ് എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചെന്ന് മിസ്സിനെ കെട്ടിപ്പിടിക്കുകയാണ്. മിസ്സേ ഗുഡ് മോർണിംഗ് മിസ്സേ. വെരി ഗുഡ് മോർണിംഗ്. ഇടി മിസ്സിന്റെ സാരി ചീത്താക്കല്ലേ. അതൊന്നും സാരമില്ലെന്നേ, ഇവള് ഞങ്ങളുടെ സ്വന്തം കാന്താരിയല്ലേ എന്നിങ്ങനെ പറയണം. ഒന്ന് പറഞ്ഞെന്നെ ഒഴിക്കും മിസ്സേ, വീട്ടിലുള്ളവർക്ക് എന്റെ വില മനസ്സിലാവാത്തോണ്ടാ. ഒന്ന് നോക്കിക്കോണേ, ഈയിടെയായിട്ട് കരാട്ടയിലും ടൂറിലും ഒക്കെയാ ആളുടെ കോൺസെൻട്രേഷൻ എന്ന് കരുതി നിലക്കുട്ടി പഠിത്തം ഒന്നും ഉഴപ്പാൻ പോണില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പല്ലേ. കരാട്ട ക്ലാസ്സിനെ ചേരാൻ പറഞ്ഞത് ഈ ഞാൻ തന്നെയാ. ദിവസവും പത്രവും ടിവിയും ഒക്കെ നോക്കിയാ എന്തൊക്കെ വാർത്തകളാ വരുന്നത്. പെൺകുട്ടികൾ ഡിഫൻസ് ആണെങ്കിലും എന്താണേലും അറിഞ്ഞിരിക്കണം. എന്നാ ശരിയാ മിസ്സേ, കാവേരി പൊക്കോ. ജീപ്പ് വരുമ്പോ ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പൊക്കോളാം. എന്നാ ശരി പോട്ടെ മോളെ. ഇപ്പൊ ടൂറിന്റെ കാര്യം എന്ന് പറഞ്ഞു അമ്മയോട് ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മിഡ് ടൈം എക്സാമിന്റെ മാർക്കിന്റെ കാര്യത്തിൽ തീരുമാനമായ അതനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ. അത് ഞാൻ സെറ്റ്. അതോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട എന്ന് ടീച്ചറും പറഞ്ഞു കേട്ടോ. അതൊക്കെ പറഞ്ഞ് കാവേരി അങ്ങോട്ടേക്ക് പോവാണ്. ഡാർലിംഗ് ഒന്ന് നിൽക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇവന്മാര് പുറകെയുണ്ട്. യമുനയുടെ കാവേരി ചേച്ചി എന്ന് വിളിച്ച് നിള വീണ്ടും പുറകെ ഓടിച്ചില്ല കേട്ടോ. എന്താ മോളെ എന്നിങ്ങനെ ചോദിക്കാം. ഒരു കാര്യം പറയട്ടെ, ഇങ്ങ് വാ എന്ന് പറഞ്ഞു. അപ്പൊ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് വിടുകയാണ് കേട്ടോ. അതെ ശരിക്കും പറഞ്ഞ അതെ, എന്തിനാ എനിക്ക് ഈ സമ്മാനം എന്നിങ്ങനെ ചോദിച്ചു. അതെ എന്റെ കൂടെ നിന്നതിന്, പിന്നെ എന്റെ ടൂറിന്റെ കാര്യത്തിന് സപ്പോർട്ട് ചെയ്തതിന്, ചേച്ചി ആയതിന് ശരി എന്നാൽ ബായ് എന്നൊക്കെ പറഞ്ഞ്
നിളമോളെ അവിടെ വിട്ടിട്ട് കാവേരി നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പം തിരിഞ്ഞ് നോക്കിയാണ് രണ്ടുപേരും. അപ്പം ടാറ്റയൊക്കെ കൊടുത്ത് പോവാണ്. എടാ കൊച്ചു പേടിച്ചെന്നാ തോന്നുന്നു എന്ന് പറഞ്ഞ ഇവന്മാർ രണ്ടുപേരും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ബൈക്കിൽ ഇങ്ങനെ വന്നിങ്ങനെ റേസ് ചെയ്യുകയാണ്. ഇതിനനുസരിച്ച് യമുന പേടിച്ച് വണ്ടി സ്പീഡിൽ ഓടിക്കുകയാണ് കേട്ടോ. യമുനെ, ഞങ്ങളുള്ളതാണ് പ്രശ്നമെങ്കിൽ ഞങ്ങൾ മാറിത്തരാമേ എന്ന് പറഞ്ഞ് ഇവന്മാര് ഇങ്ങനെ പുറകെ ഉണ്ട് കേട്ടോ. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും ആഹാ അതെ ഒന്ന് പറയട്ടടി മോളെ, നീ ഒന്ന് നിർത്ത് എന്ന് പറഞ്ഞു. പേടിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. അയ്യോ പോകല്ലേ യമുനെ, നീ ഒന്ന് നിൽക്ക, ഞങ്ങൾ മാറിത്തരാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പിന്നെ ഇവൾക്ക് പേടിയോ? ഇവൾക്ക് മാർത്താണ്ടത്ത് വെച്ചില്ലാത്ത പേടിയാണോ ഇപ്പം? വണ്ടി അങ്ങോട്ട് ചേർക്കൻ്റെ അളിയാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനിങ്ങനെ വണ്ടി ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാലെടുത്ത് ഇവളുടെ ബൈക്ക് സ്കൂട്ടിയിലൊക്കെ വെച്ചിട്ട് അതെ നമുക്കൊന്ന് മാർത്താണ്ടത്ത് പോയാലോ, നമുക്ക് പോവാം അളിയാ, നിങ്ങൾ പോയി അഴിച്ചു പൊളിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഇവന്മാരെ കമൻ്റൊക്കെ പറഞ്ഞ് പുറകിന് ചെല്ലുകയാണ്. അപ്പം സ്കൂട്ടിയിലൊക്കെ കാല് വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് യമുനയ്ക്ക് ആ കാഴ്ച കണ്ട ആൾക്ക് ഭയങ്കര സന്തോഷമായി. വണ്ടി അവിടെ നിർത്തി നോക്കുമ്പോൾ മറ്റാരുമല്ല നമ്മുടെ നെവിനാണ്. ഒരു മാസ് എൻട്രി പോലെ അവിടത്തേക്ക് വന്നു. എന്നിട്ട് യമുനയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. ആൾക്ക് ഇതൊക്കെ ഭയങ്കര പ്രണയമാണെന്നാണ് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ചുക്കും അല്ല എന്നുള്ള കാര്യം മനസ്സിലായിട്ടുമില്ല. വേഗം തന്നെ അങ്ങോട്ടേക്ക് വന്നു. ഇത് കണ്ടപ്പോഴത്തേനും വിശാലം ഒന്ന് പേടിച്ചു കേട്ടോ. ഇടിയുടെ ചൂട് ഇതുവരെ തീർന്നിട്ടില്ലല്ലോ. ആ ഒരു കാര്യം ഓർത്തിട്ടെ എടാ വണ്ടി വിട് എന്ന് പറഞ്ഞു. അവന്മാരെ നോക്കിയപ്പോഴത്തേനും നമ്മുടെ ശിങ്കിടികളുണ്ടല്ലോ, അതായത് വിശാലിന്റെ കൂട്ടുകാരെ, അവന്മാർ വണ്ടി എടുത്ത് പെട്ടെന്ന് തന്നെ അവിടുന്ന് സ്കൂട്ടായി കേട്ടോ. ഒരു നോട്ടത്തിൽ തന്നെ. എന്താടാ വിശാലെ, ഒരു റോഡ് ഷോ? അതിനെന്താ ബ്രോ ഇപ്പൊ കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. അതിനിപ്പോ ബ്രോയ്ക്ക് എന്താ പ്രശ്നം? നെവിനേട്ട ചേട്ടന്റെ പാട്ടിനൊന്ന് പോയേ. ഞാൻ എൻ്റെ പാട്ടിന് പോണം അല്ലേ? ശരി. സൈലൻസർ എടുത്ത നിന്റെ ബൈക്കിന്റെ ശബ്ദമേ 6 പഞ്ചായത്തിന്റെ അപ്പുറത്ത് നിന്നാ പോലും കേൾക്കാൻ പറ്റും. ആ സ്ഥിതിക്ക് അതും പോരാഞ്ഞിട്ട് ദേ നീ ഈ പെങ്കൊച്ചിന്റെ സ്കൂട്ടിൽ കാൽ വെച്ചേ നീ പോരുള്ളൂ അല്ലേടാ എന്ന് ചോദിക്കുകയാണ്. എന്ത് വാടാ, എന്ത് ന്യായമാടാ ഇത് എന്ന് ചോദിക്കണം. നെവിനാടിനെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചത്? അല്ല ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പോഴേ എവിടുന്നോ ചാടിങ്ങി വീഴുകയാണല്ലോ. ആഹാ, അപ്പൊ ഭയങ്കര സന്തോഷമായി യമുനയ്ക്ക് അത് കേട്ടപ്പം. എനിക്ക് വേണ്ടിയിട്ടല്ലേ നെവിനേട്ടൻ വരുന്നത് എന്നുള്ള ആ ഒരു ഇത്. നെവിനേട്ടന്റെ ആരാ ഇവള് എന്നിങ്ങനെ ചോദിച്ചു. ഡാ അടിച്ചു നിന്നിയാൻ എന്ന് പറഞ്ഞ അവന്റെ കുത്തിന് കയറി പിടിച്ചു. ഒന്ന് പേടിച്ചു കേട്ടോ അവൻ ശരിക്കും. ദേ എന്റെ പൊന്നു മോനെ, ഒരെണ്ണ അങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ പിന്നെ നീ താങ്ങില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട, നിന്റെ അച്ഛൻ ഇളകി കിടന്ന നട്ടും ബോൾട്ടും ഒക്കെ ഒരു വിധത്തിൽ ശരിയാക്കി എടുത്തതല്ലേ ഉള്ളൂ നിന്റെ അച്ഛൻ. ആ സ്ഥിതിക്ക് ദേ ഒരു കാര്യം പറയാം, ഇനിയും നാട്ടുകാരുടെ കൈക്ക് പണിയുണ്ടാക്കാതെ എന്തിനാടാ ഇനി വെറുതെ മെഡിക്കൽ ഷോപ്പിലും വർഗീസ് വൈദ്യനും ഒക്കെ കൊണ്ടുപോയി കാശ് കൊടുക്കുന്നത്? പറ എന്ന് പറഞ്ഞു. അപ്പൊ മിണ്ടുന്നില്ല. അപ്പൊ ഇവനിങ്ങനെ നിൽക്കുകയാണ്. അതെ പിന്നെ നീ ചോദിച്ചില്ലേ ഇവൾ എനിക്ക് ആരാണ് എന്നുള്ളതൊക്കെ ഇവൾക്ക് നന്നായി അറിയാം. അതിപ്പോ നിന്നെ അടുത്ത് അതൊന്നും വിശദീകരിക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞു. നെവിനേട്ടൻ എൻ്റെ കസിനാ. ആ സ്ഥിതിക്ക് എൻ്റെ ഒപ്പമാണ് നെവിനേട്ടൻ നിൽക്കേണ്ടത്. അത് മനസ്സിലാക്ക. നിന്റെ കൂടെ ഞാൻ എന്തിനാടാ നിൽക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. പറ, പെണ്ണുങ്ങളെ തടഞ്ഞു വെച്ചിട്ട് എന്നിട്ട് എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ടു പോവാനോ, അതോ അവരെ പീഡിപ്പിക്കാനോ, അവരെ ബുദ്ധിമുട്ടിക്കാനോ, അവിടെ ഉപദ്രവിച്ചിട്ട് നീ ഒരു വലിയ സംഭവമാണെന്ന് ബോധ്യപ്പെടുത്താനായിട്ടാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതുകൊണ്ട് ദേ നീ ചോദിച്ചതില്ലേ, ഇതേപോലെ റോട്ടിൽ കൂടെ മര്യാദയ്ക്ക് പോകുന്ന പെൺപിള്ളാരെ പേടിപ്പിച്ച് വീരനായകനാകാൻ വേണ്ടിയിട്ടാണോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴും മിണ്ടുന്നില്ല. ആദ്യം നീ ആണുങ്ങൾക്ക് ചേർന്ന പ്രവർത്തികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്ത് കാണിക്കാം. അത് കഴിഞ്ഞ ശേഷം ഞാൻ ആലോചിക്കാം നിന്റെ കൂടെ നിൽക്കണോ എന്ന്. മനസ്സിലായോ നിനക്ക്? എന്തായാലും പെണ്ണുങ്ങളെ അപമാനിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന അല്ലടാ ആണ്, അവരെ ആശ്വസിപ്പിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നവരാ ആണ്. മനസ്സിലായോ നിനക്ക്? ഇതുകൊണ്ടൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കും ആരാധിക്കും എന്നൊക്കെ തോന്നുന്നുണ്ടായെങ്കിൽ അത് വെറുതെ എൻ്റെ പൊന്നു വിശാലേ. ദേ നിന്റെ അച്ഛനെ പോലെ നിന്നെയും എല്ലാവരും വെറുക്കും, അല്ലാതെ സ്നേഹിക്കുമെന്ന് നീ വിചാരിക്കുകയേ വേണ്ട കേട്ടോ. ഡാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഈ കുട്ടിയുടെ പിന്നാലെ നിന്റെ നിഴലെങ്കിലും ഞാൻ കണ്ടാൽ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അറിയാലോ നിനക്കെന്നെ, നിന്റെ ബൈക്കിൽ വലിഞ്ഞു കയറാനുള്ള ആരോഗ്യം കൂടി ബാക്കി വെക്കില്ല, ഞാൻ പറഞ്ഞേക്കാം. ബൈക്ക് എടുത്തോണ്ട് പോടാ എന്ന് പറഞ്ഞു. ആ ബൈക്ക് എടുത്തോണ്ട് അങ്ങോട്ട് പോയി കേട്ടോ. അല്ല യമുന ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. അല്ല നിങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലല്ലേ, എന്തെങ്കിലും പ്രശ്നം? അല്ല അന്നത്തേതിന് ശേഷം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ ഇതാ
അല്ല എൻ്റെ നമ്പർ ഉണ്ടായിരുന്നില്ലേ, അവന്മാർ വന്നപ്പോൾ വിളിക്കായിരുന്നില്ലേ? അപ്പോഴത്തെ ടെൻഷന് ഞാനതൊന്നും ഓർത്തില്ല നെവിനേട്ടാ. അതൊക്കെ ഓർക്കണം എന്ന് പറഞ്ഞു നെവിൻ. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അതിനി എവിടെ വെച്ചാണെങ്കിലും, മനസ്സിലായോ? ശരി എന്ന് പറഞ്ഞു. ശരി. അല്ല എന്നും ബസ്സിലാണല്ലോ സാധാരണ കോളേജിൽ പോണത്, ഇന്ന് എന്താ സ്കൂട്ടറില? സാധാരണ അല്ല എന്നും കാവേരി ചേച്ചിയാ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിടാറുള്ളത്. ഇന്നിപ്പോ ചേച്ചി എഴുന്നേക്കാൻ താമസിച്ചത് കൊണ്ടാ ഞാനിങ്ങ് പോകുന്നത്. എന്തു പറ്റി? എന്തോ വല്ല കാവേരിക്ക് വല്ല വയ്യാഴികയോ മറ്റോ എന്നിങ്ങനെ ചോദിച്ചു. ഏയ് ഇല്ല, ഇന്നലെ ഉറങ്ങാൻ താമസിച്ചത് കൊണ്ട് മാത്രാ എന്ന് പറഞ്ഞു. ശരി എന്നാ ശരി, താൻ വിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പോകാൻ തുടങ്ങിയപ്പം പിന്നെ നോക്കുമ്പോൾ മറ്റേ അവന്മാരുണ്ടല്ലോ, അതായത് ആ മിലനും അവൻ്റെ കൂട്ടുകാരനും. അപ്പോൾ ഇവന്മാർ രണ്ടുപേരും അവിടെ നിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് നെവിൻ കണ്ടു കേട്ടോ. അപ്പോൾ ഇവന്മാർ പുറകെ ചെല്ലാൻ തന്നെയാണ് പ്ലാന് എന്ന് മനസ്സിലായി. അപ്പോൾ ഇതെന്തോ ഒരു പന്തികേടാണല്ലോ എന്ന് മനസ്സിലാക്കി വീണ്ടും നെവിൻ കാവേരി അല്ല നമ്മുടെ യമുനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതെ അല്ല എന്താ എന്താ നെവിനേട്ടാ എന്നിങ്ങനെ ചോദിച്ചു യമുന. അല്ല എന്താ എന്താ എന്തെങ്കിലും പ്രശ്നം എന്ന് ചോദിച്ചു. അല്ല താന് യമുന വെറുതെ പേടിക്കുകയും ടെൻഷനിക്കുകയും ഒക്കെ ചെയ്തതല്ലേ, ഒരു കാര്യം ചെയ്യാം, അതുകൊണ്ട് ഇനിയിപ്പോൾ വണ്ടി എടുക്കണ്ട, ഞാൻ കൊണ്ടുപോയി കോളേജിൽ ഡ്രോപ്പ് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു. അല്ല അപ്പോൾ ഈ വണ്ടി എന്നിങ്ങനെ ചോദിച്ചു. അത് സാരമില്ല, വണ്ടിയൊക്കെ ഞാൻ എത്തിച്ചു തന്നോളാം എന്ന് പറഞ്ഞു. യമുന വാ എന്ന് പറഞ്ഞു. ആൾക്ക് ഭയങ്കര സന്തോഷമായി, പറയേണ്ട കാര്യമുണ്ടോ. പെട്ടെന്ന് തന്നെ വണ്ടിയിൽ പോയി നേരെ കയറി അവൻ്റെ തോളിലൊക്കെ കൈവച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് അവൻ വന്ന് പണ്ട് വെള്ളം തന്നു കൊടുത്ത കാര്യവും അവൻ തട്ടിക്കൊണ്ടു പോയപ്പം വിശാല് ആ സമയത്തുള്ള പ്രകടനവും പിന്നെ അരി കൊടുത്തതും ഒക്കെ തനിക്കാണ്, തന്നോടാണ് ഏറ്റവും അധികം അവന് സ്നേഹം എന്ന് വിചാരിച്ചിട്ടാണ് യമുന ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് അവനെ കെട്ടിപ്പിടിച്ച് തോളിലിങ്ങനെ ചാരിക്കിടന്നാണ് പോണത്. ആൾ കോളേജ് എത്തിയിട്ടും ഇറങ്ങുന്നില്ല. ആളിങ്ങനെ കെട്ടിപ്പിടിച്ച് ഇതിന് തലയും വെച്ച് കിടക്കാണ്. യമുന എന്ന് വിളിച്ചു അവസാനം നെവിൻ. എന്താടോ താനെന്താ ഇറങ്ങുന്നില്ലേ, ഉറങ്ങിപ്പോയോ എന്നിങ്ങനെ ചോദിച്ചു. ദേ കോളേജ് എത്തി കേട്ടോ, ഇത്ര വേഗമോ എന്നുള്ള മട്ടില് വേണ്ടായിരുന്നു എന്ന് മട്ടി പതുക്കെ ഇറങ്ങിയ ആള്. എന്നാൽ താൻ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പം ശരി എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ നെവിനേട്ടാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. എന്താ ഇന്ന് ഞങ്ങളുടെ കോളേജ് ഡേ ആണോ? അല്ല ഇന്നേ പിന്നെ എനിക്ക് ഒരു മൊമെൻ്റും ഒക്കെ കിട്ടും ഈ വർഷം, ഞാനാ കലാതിലകം. ആണോ? ആഹാ റിയലി ഗുഡ്, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു കേട്ടോ. അല്ല പിന്നെ വേറൊന്നും കൂടി ഉണ്ട്. എന്താ? അല്ല പറഞ്ഞ് എന്നെ കളിയാക്കില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല, താൻ പറഞ്ഞോ എന്ന് പറഞ്ഞു. അല്ല അത് പിന്നെ ഇന്ന് എൻ്റെ ഒരു പോയിന്റ് റെസിറ്റേഷൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. സ്പെഷ്യൽ പ്രോഗ്രാമാ? ആണോ? ഓ അടിപൊളി, ശരി ശരി, ഇയാൾ മൊത്തത്തിലങ്ങ് സ്കോർ ചെയ്യുകയാണല്ലോ, നടക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. താങ്ക്സ്. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം. അല്ല എൻ്റെ കവിത ഏതാന്ന് ചോദിച്ചില്ലല്ലോ നെവിനേട്ടാ. വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും അല്ല ഏതാ കവിത എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല, വൃന്ദാവനത്തിൽ ഒറ്റയ്ക്കാക്കി മധുരയ്ക്ക് പോകുന്ന കൃഷ്ണനോട് രാധ പറയാതെ പറയുന്ന വിരഹ ദുഃഖമാണ്. അയ്യോ ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുകയാണ് ചളിച്ച പോലെ നെവിൻ. ഈ നെവിനേട്ടൻ എന്താ ഇങ്ങനെ? അല്ല എല്ലാം അങ്ങോട്ട് ചോദിച്ച് പറയിപ്പിക്കണോ? അല്ല അത് പിന്നെ മറ്റൊന്നുമല്ല, ഈ കവിതയിലൊന്നും എനിക്ക് അത്ര പിടിയില്ല, അതുകൊണ്ടാ. എനിക്കും കവിതയൊന്നും അത്ര വലിയ താല്പര്യമുള്ള ഇഷ്ടമുള്ള ആളൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇതെന്തുകൊണ്ടോ മനസ്സിലൊന്നും വല്ലാതെ കയറി അങ്ങോട്ട് ഉടക്കിപ്പോയിന്നേ. പറയാത്ത പ്രണയത്തിന്റെ നൊമ്പരം. അല്ല പ്രോഗ്രാമൊക്കെ ഉള്ളതല്ലേ, എന്താണെങ്കിലും ചെല്ല്. അല്ല നെവിനേട്ടൻ വരുന്നുണ്ടോ? എവിടെ പ്രോഗ്രാം കാണാൻ? താൻ എന്താണ് പറയുന്നത്? അതിന് പുറത്തുള്ളവർക്ക് കോടതിയിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് എൻട്രി ഇല്ലല്ലോ. അതിന് വേറെ ഔട്ട്സ്റ്റാൻഡർ ഒന്നും അല്ലല്ലോ, എൻ്റെ ഗാർഡിയനല്ലേ, ബഹുമതി വരവ് വെച്ചിരിക്കുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല, പിന്നെ കയറാം എന്ന് പറഞ്ഞു. അപ്പൊ പോകാൻ തുടങ്ങിയപ്പോൾ നെവിനേട്ട ഒരു മിനിറ്റ് എന്ന് പറയണം. എന്താ എന്ന് ചോദിച്ചു. അല്ല ഞാൻ പിന്നെ ഈ സാരി എങ്ങനെയുണ്ട് നെവിനേട്ട എന്ന് പറഞ്ഞു. അപ്പൊ കാര്യം മനസ്സിലായി നെവിന്. കണ്ടപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് തന്നെയാണ് ശ്രദ്ധിച്ചത് എന്നിങ്ങനെ പറയണം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്നിട്ടെന്താ ഇതുവരെയും ഒന്നും പറയാഞ്ഞത് എന്ന് ചോദിച്ചു. അത് പിന്നെ കൈമാറുന്നത് ഹൃദയമാകുമ്പോൾ അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ അത് കഴിയില്ലല്ലോ, കാത്തു സൂക്ഷിക്കണം. അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കൊടുക്കുന്നയാളത് കാത്തു സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞ് നെവിൻ അങ്ങ് പോയി. അത് കാവേരി ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, പക്ഷേ യമുന വിചാരിച്ചത് യമുനയോടാണെന്ന്.
ആള് പ്രണയ പരവേശയായിട്ട് അതേ കോളേജിലേക്ക് കയറുകയാണ്. നോക്കുമ്പോൾ എല്ലായിടത്തും നെവിനാണ് പഠിപ്പിക്കുന്നതെന്ന് തോന്നുന്നു, നെവിനാണ് കോളേജിലെന്ന് തോന്നുന്നു. ആള് പരിസരം മറന്ന് അങ്ങനെ നിന്ന് പ്രണയം ആഘോഷിച്ച് നടക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.